ശരണം ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ ശ്രീനാരായണ ഗുരും വന്ദേ സർവമംഗളസിദ്ധയേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ കുടുംബാംഗങ്ങളായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തിരുമൂട്ടുകര ശ്രീനാരായണ ആശ്രമത്തിൻ്റെ സെക്രട്ടറിയും ശിവഗിരി ശ്രീനാരായണ ധർമ്മ സംഘത്തിലെ അംഗവുമായ ശ്രീമദ് ദിവ്യാനന്ദഗിരി സ്വാമി അവരുടെ കാലമൊക്കെ ശ്രീനാരായണ ഗുപ്ത സമാജത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി തുടങ്ങിയ ഭാരവാഹികളെ, ഈ വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാം ശിവഗിരി മഠത്തിൻ്റെ മംഗളാശംസകൾ ആദ്യം തന്നെ ഞാൻ നേർന്നുകൊടുക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ ചൈതന്യം തൂങ്ങി നിൽക്കുന്ന ഈ സായം സന്ധ്യ വളരെയേറെ അനുഗ്രഹീതമായിരിക്കും. സന്ധ്യ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം സന്ധിപ്പിക്കുന്നത് എന്നാണ്. അതായത് ഇരുട്ടും വെളിച്ചവും തമ്മിൽ സന്ധിക്കുന്നതിനെയാണ് നാം എല്ലാം സന്ധ്യ എന്ന് വിളിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആന്തരികമായ അർത്ഥതലം സന്ധ്യ സന്ധിപ്പിക്കുന്നത് ഭക്തനെയും ഭഗവാനെയും തമ്മിൽ, ജീവാത്മാവിനെയും പരമാത്മാവിനെയും തമ്മിൽ, ഗുരുവിനെയും ശിഷ്യനെയും തമ്മിൽ സന്ധിപ്പിക്കുന്നതാണ് സന്ധ്യാവേള. അതുകൊണ്ടാണ് സന്ധ്യാം ഉപാസിക, സന്ധ്യയിൽ ഉപാസന ചെയ്യണമെന്ന് അധ്യാത്മശാസ്ത്രം ഘോഷിക്കുന്നു. ഈ കാലമൊക്കെ ചിദംബര ക്ഷേത്രാങ്കണത്തിലിരുന്ന് ഭക്തരായ നാമെല്ലാം ഭഗവാനായ ശ്രീനാരായണ പരമഹംസദേവന്റെ ദിവ്യ ചൈതന്യവുമായി, ഭഗവത് ചൈതന്യവുമായി ഇവിടെ സന്ധിക്കുകയാണ്. ഈ സന്ധ്യയിലൂടെ നിങ്ങളുടെ എല്ലാം ഉള്ളിൽ അവാച്യമായ ആനന്ദാനുഭൂതി എല്ലാവരിലും ഒരുപോലെ ആമക്തമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഞാനിവിടെ എത്രയോ പ്രാവശ്യം വന്ന് പോയിട്ടുണ്ട്. ആദ്യമായി ഞാനിവിടെ വന്നൊരു ക്ഷേത്ര ദർശനം നടത്തുന്നത് 1977 ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങൾ തോറും സഞ്ചരിച്ച് ആ ക്ഷേത്രങ്ങളുടെ സവിശേഷതകൾ കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് പോകുന്നത്. അതിനുശേഷം പരപ്രാവശ്യം വന്നു. ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ദിവ്യപ്രബോധന ധ്യാനയജ്ഞം ഈ വേദിയിൽ വെച്ച് നടത്തുകയാണ്. അന്ന് 100 കണക്കിന് ആളുകൾ 3 ദിവസവും ഇവിടെ പങ്കാളികളായി. ഗുരുദേവൻ ആരാണ്, ഗുരുദേവന്റെ ദൈവികത എന്താണ്,
നാം ഗുരുദേവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ഈ കാലമൊക്കെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം എന്താണ്, ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള മൂർത്തിയുടെ സ്വരൂപം എന്താണ്, ഇതെല്ലാം അന്ന് ഞാൻ സവിസ്തരമായി ഇവിടെ പ്രതിപാദിച്ചു. സൂചിപ്പിച്ചതുപോലെ അന്ന് എനിക്ക് കാണിക്കയായി കിട്ടിയ പൈസ മുഴുവൻ ഇവിടെ ഗുരുദേവ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി സമർപ്പണം, എൻ്റെ ആദ്യ സംഭാവന എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ നിന്നും മടങ്ങിപ്പോയത്. താമസിയാതെ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായി. അന്ന് ശിവഗിരി മഠാധിപതിയായിരുന്ന പ്രകാശാനന്ദ സ്വാമിയോടൊപ്പം ഞാനും ഇവിടെ പങ്കെടുത്ത് പ്രതിഷ്ഠാകർമ്മം വളരെ ഭംഗിയായി നിർവഹിക്കുവാനും സാധിച്ചു. അതിനുശേഷം പിന്നെയും ഞാൻ ഇവിടെ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ മറ്റ് അവസരങ്ങളിലേക്കാൾ ഉപരിയായി ഒരു അതീതമായ ആകർഷണീയത്വം, ഒരു സന്തോഷം, ഒരു സംതൃപ്തി എന്നിൽ ഉളവായി എന്ന് ഞാൻ തുറന്ന് പറയട്ടെ. ഭക്തജനങ്ങളെല്ലാം രണ്ടു വരിയായി താലമെടുത്ത് പ്രാർത്ഥനാപരമായ മനസ്സോടുകൂടി നിന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിരൂപങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ രണ്ട് സന്യാസിമാരെയും ക്ഷേത്രാങ്കണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ ഞങ്ങൾ നടത്തിയ പ്രാർത്ഥനയിലൊക്കെ പങ്കാളികളായി ക്ഷേത്രം കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷവും സംതൃപ്തിയും ഉള്ളതാണ്. ഈ ക്ഷേത്രം നവീകരിക്കപ്പെടണം, പരിഷ്കരിക്കപ്പെടണം, ഇത് കുറെ കൂടെ ആകർഷണീയമായി നിർമ്മിക്കണം എന്നൊക്കെ ഞാൻ മുമ്പ് വന്നു പോയ അവസരങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കവാടം കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷം. അതുപോലെ ക്ഷേത്രവും വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെയും അതുമായി സഹകരിച്ച മുഴുവൻ ഭക്തജനങ്ങളെയും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും മംഗളാശംസകൾ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട്, സഹോദരങ്ങളെ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷതാത ത്രായതേ അനേന ഇത് ക്ഷേത്രം എന്നാണ് വിഗ്രഹം. ക്ഷതത്തിൽ നിന്ന്, നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ് ക്ഷേത്രം എന്ന പദത്തിൻ്റെ താല്പര്യം. നമുക്കേറെ ക്ഷതങ്ങളുണ്ടായിരുന്നു. ക്ഷതങ്ങൾ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ. 1000 ആണ്ടുകളായി ഈ രാജ്യത്തുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗങ്ങൾ എല്ലാ രൂപത്തിലും പിന്തള്ളപ്പെട്ട് സ്വാതന്ത്ര്യം അനുഭവിച്ച് ഏറെ ക്ഷതങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരു കാലയളവിൽ പരമാത്ഭുത ദാനദേവതാ തരു ആയിട്ട്, അതായത് എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അതെല്ലാം പ്രദാനം ചെയ്യുന്ന ദിവ്യമായ ശക്തി വിശേഷത്തോടു കൂടിയ ഒരു പരമരക്ഷകൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ഈ കേരളക്കരയിൽ പ്രത്യക്ഷപ്പെട്ട് അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൈപിടിച്ചുയർത്തി നമുക്കെല്ലാം ജീവിതം പ്രദാനം ചെയ്യും. അരുവിപ്പുറത്ത് ഭഗവാൻ ഒരു ക്ഷേത്രം സ്ഥാപിച്ചുകൊണ്ട് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഒരു പുതിയ യുഗത്തിന് ആരംഭം കുറിക്കുകയാണ്. ചരിത്രത്തെ നാം വിശ്ലേഷണം ചെയ്ത് പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ നിർവഹിച്ച
അധ്യാത്മ വിപ്ലവത്തിന്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ചരിത്രഗതിയെ AD എന്നും BC എന്നും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ടല്ലോ. അതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ ലോകത്തുള്ള അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സമുദ്ധാരണത്തിന്റെ ചരിത്രത്തെ സത്യസന്ധമായി വിലയിരുത്തുമ്പോൾ ശ്രീനാരായണ ഗുരുവിന് മുൻപ്, ശ്രീനാരായണ ഗുരുവിന് ശേഷം എന്നിങ്ങനെ ചരിത്രഗതിയെ തീർച്ചയായും ഭാവി ചരിത്രകാരന്മാർ രണ്ടായി തരംതിരിക്കും എന്നുള്ള കാര്യത്തിൽ പക്ഷാന്തരമില്ല. ലോക ചരിത്രത്തെക്കുറിച്ച് നല്ലവണ്ണം സുസൂക്ഷ്മമായി പഠനം ചെയ്ത വൈദേശികനായ ഒരു ചരിത്രകാരൻ രേഖപ്പെടുത്തിയത് 7 അത്ഭുതങ്ങളെക്കാൾ ഉപരിയായ അത്ഭുതമായി അഭിപ്രായപ്പെട്ടത് ഈ രാജ്യത്തുള്ള ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വളർച്ചയാണ്, പുരോഗതിയാണ്. ഇത്ര ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു ജനസമൂഹത്തിന് ഇത്രയേറെ വളർച്ച കൈവരിക്കുവാൻ സാധിച്ച ഒരു ചരിത്രം ലോകരാജ്യങ്ങളിൽ ഒരിടത്തും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു കാലത്ത് ഭ്രാതാലയമായിരുന്ന രാജ്യം, നമുക്കറിയാം, വിവേകാനന്ദ സ്വാമി ഈ കേരളത്തിന്റെ ദുരവസ്ഥയെ കണ്ടു മനസ്സിലാക്കി ഈ രാജ്യം ഭ്രാതാലയമാണ് എന്ന് അഭിപ്രായപ്പെട്ട് മടങ്ങിപ്പോയി എങ്കിൽ ആ വിവേകാനന്ദനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ജീവിച്ച വങ്കേശ്വരനായ ആ വിശ്വമഹാകവി, ലോകപ്രസിദ്ധനായ നോബൽ സമ്മാന ജേതാവായ വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ സവിധത്തിലിരുന്ന് 25 വർഷത്തിന് ശേഷം അഭിപ്രായപ്പെട്ടു, ഗുരു, ഇനി കേരളം ഭ്രാതാലയമാണ്. വിവേകാനന്ദ സ്വാമി കണ്ട കേരളമല്ല ഞാൻ കാണുന്ന കേരളം. കേരളം മാറിയിരിക്കും. കേരളം ഇന്ത്യക്ക് മുഴുവൻ മാതൃകയായിരിക്കും. കേരളം ഇന്ന് ഭ്രാതാലയമല്ല, കേരളം ഇന്ന് തീർത്ഥാലയം. ഗുരുവിന്റെ പ്രവർത്തന കാലത്ത് അവിടെ നരുവിപ്പുറത്ത് ക്ഷേത്ര പ്രതിഷ്ഠയുമായി കാലെടുത്ത് വെച്ചിരുന്ന കാലയളവിൽ അമ്പലങ്ങളിലൊന്നും നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. പള്ളിക്കൂടങ്ങളിലൊന്നും നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല. മനുഷ്യനായി ജീവിക്കുവാൻ വേണ്ടിയുള്ള സ്വാതന്ത്ര്യങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിൽ അതിനെല്ലാം കാമ്യമായ പരിണാമങ്ങൾ, പരിവർത്തനങ്ങൾ ഉണ്ടായി. 1910 ആകുമ്പോഴേക്കും എല്ലാ പള്ളിക്കൂടങ്ങളും തുറന്നു കിട്ടുകയും ഈ ഇരുകാലി ആളുകളായി കഴിഞ്ഞിരുന്ന ജനവിഭാഗത്തിന് മനുഷ്യത്വം സംശീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള അവസ്ഥ ഇവിടെ കൈവരികയും ഭ്രാതാലയത്തിലെ ഭ്രാന്ത ഗുരുദേവൻ ചികിത്സിച്ചു മാറ്റി ഈ രാജ്യത്തെ തീർത്ഥാലയമാക്കി മാറ്റുകയും ചെയ്തു. ഇന്ന് ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും, ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒരു നിമിഷം നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം, ഞങ്ങൾക്ക് വന്ന ഈ പുരോഗതി, ഞങ്ങൾക്ക് വന്ന ഈ ഐശ്വര്യം, അഭിവൃദ്ധി, ഇതിന് മുഴുവൻ നിദാനമായത് ഈ ശ്രീനാരായണ ഗുരുദേവന്റെ കരുണാ കടാക്ഷമാണ്. ഈ ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹ വിശേഷം. ആ മഹാഗുരു ഇല്ലായിരുന്നുവെങ്കിൽ നാം ആരും ഒരിടത്തും എത്തുമായിരുന്നു. ഇവിടെ പള്ളിക്കൂടമുണ്ട്. പള്ളിക്കൂടത്തിലെ പ്രധാന അധ്യാപിക എനിക്ക് വന്ന് എന്നെ ആദരിക്കുകയാണ്. എത്രയോ പള്ളിക്കൂടങ്ങൾ, എത്രയോ സ്കൂളുകൾ, കോളേജുകൾ, അവിടുത്തെ അധ്യാപകന്മാർ, പ്രൊഫസർമാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാർ,
കളക്ടർമാർ, മന്ത്രിമാർ, IAS-കാർ, IPS-കാർ, കേന്ദ്രമന്ത്രിമാർ, ഇതെല്ലാം എങ്ങനെ ഉണ്ടായി? എൻ്റെ അടുത്ത് വരുന്ന കൊച്ചു മക്കളോട് ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് ശ്രീനാരായണ ഗുരുവായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു കൊടുക്കും, ശ്രീനാരായണ ഗുരു ജനിച്ചത് കൊണ്ടാണ് നീ ഇന്ന് സ്കൂളിലും കോളേജിലും പോയി പഠിക്കുന്നത്. നമുക്ക് ജീവിതം പ്രദാനം ചെയ്യുന്നത് നമ്മുടെ ഈ മഹാഗുരുവാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഈ ശ്രീനാരായണ ഗുരുവിനോടുള്ളതുപോലെ കടമയും കർത്തവ്യവും വേറെ യാതൊന്നിനോടും ഇല്ല എന്ന് ഉറക്ക പറയുവാനും അത് ജീവിതത്തിൽ സാംശീകരിക്കുവാനും സാധിച്ചില്ല എങ്കിൽ നമ്മൾ മനുഷ്യരാണോ? നമുക്ക് ഗുരുത്വമുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. സഹോദരങ്ങളെ, അരുവിപ്പുറത്ത് ഗുരുദേവൻ ഒരു നദിയിൽ നിന്ന് ഒരു ശില മുങ്ങിയെടുത്ത് അവിടെ പ്രശ്നം ശില വെറുതെ മുങ്ങിയെടുക്കുകയല്ല ചെയ്തത്. വെള്ളത്തിൽ സുമാർ 45 മിനിറ്റ് വെള്ളത്തിനടിയിലായിരുന്നു. അതായത് ഏറ്റവും കൂടിയാൽ 1/2 മിനിറ്റ് വെള്ളത്തിനടിയിൽ കിടക്കാം. 45 മിനിറ്റ് വെള്ളത്തിനടിയിൽ ഒരാൾ കിടക്കുക എന്ന് പറഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ ആ മഹാത്മാവിനുണ്ടായിരുന്ന യോഗസിദ്ധി എത്ര അഗാധമായിരുന്നു എന്ന് ഏതാണ്ട് ചിന്തിക്കുവാൻ സാധിക്കും. ആ വിഗ്രഹവുമായിട്ട് ആ മഹാത്മാവ് 3 മണിക്കൂർ നേരം ധ്യാന നിമഗ്നനായി നിന്നിട്ട് ആ പരിവരുത്ത പാറപ്പരപ്പിൽ ആ കല്ല് വെച്ച് പ്രതിഷ്ഠ. നിങ്ങൾ അരുവിപ്പുറത്ത് പോയിട്ടുണ്ടോ? അരുവിപ്പുറത്തൊന്ന് പോകണം. എന്നിട്ട് അരുവിപ്പുറത്തുള്ള നാട്ടുകാരോട് ചോദിക്കണം. അരുവിപ്പുറത്തുള്ള ആശ്രമത്തിലെ സന്യാസിമാരോടും അന്തേവാസികളോടും മറ്റും നിങ്ങൾ ചോദിക്കണം, ഈ പ്രതിഷ്ഠയ്ക്കുള്ള പ്രത്യേകത എന്താണ്? സാധാരണ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയാൽ അഷ്ടബന്ധം വെച്ച് ഉറപ്പിക്കും. 12 വർഷം കഴിഞ്ഞാൽ അഷ്ടബന്ധം ഇളകിപ്പോകും. പുനഃപ്രതിഷ്ഠ ആവശ്യമാണ് എല്ലാ ക്ഷേത്രങ്ങളിലും. പക്ഷെ അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു അഷ്ടബന്ധമൊന്നും തേച്ചു പിടിപ്പിച്ചില്ല. പാറപ്പരപ്പിൽ ഒരു കല്ല് വെച്ചതേ ഉള്ളൂ. പക്ഷെ അത് പിന്നീട് ഇളകിയിട്ടില്ല. ഇന്ന് വരെയും അത് ഇളകിയിട്ടില്ല. 138 വർഷമായി. ഇനി ഒരു 1000 വർഷം കഴിഞ്ഞാലും അത് ഇളകുകയില്ല. എന്തുകൊണ്ട് ഇളകുന്നില്ല? അത് നിങ്ങൾ ശാസ്ത്രീയമായി അത് അന്വേഷിക്കുക, പഠിക്കുക. ഒരു മഹായോഗീശ്വരന്റെ, ഒരു അധ്യാത്മ ഗുരുവിന്റെ, ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു മഹാപുരുഷൻ 1855 ചെമ്പഴന്തിയിൽ വന്ന് തിരുവവതാരം ചെയ്ത് 25-ാം വയസ്സിൽ എല്ലാത്തിനെയും സഞ്ചരിച്ച് മരുത്വാമലയിലെ പിള്ളത്തടൽ ഗുഹയിൽ 5 വർഷക്കാലം ചെയ്ത തപസ്സും ആ തപസ്സിൽ നിന്നും ആർജിച്ച അധ്യാത്മ ചൈതന്യത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മഹാഗുരുവിനെ പഠിക്കാനും വിലയിരുത്താനും ശ്രമിക്കണം. ഗുരുവിനെ സാധാരണ ഒരു സാമൂഹിക നിഷ്ഠാതാവായി കണ്ട് മഹാത്മാഗാന്ധിയുടെയും അംബേദ്കറിന്റെയും കാറൽ മാർക്സിന്റെയും അല്ലെങ്കിൽ കേരളക്കരയിലെ അയ്യങ്കാളിയുടെയും അന്നത്തെ പത്മനാഭന്റെയും കൂടെയൊന്നും ചേർത്ത് വെച്ച് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. മറിച്ച് ലോക ഗുരുക്കന്മാർ, ഭഗവാൻ ബുദ്ധനുണ്ട്, ഭഗവാൻ ക്രിസ്തുവുണ്ട്, മുഹമ്മദ് നബിയുണ്ട്. ഈ മഹാഗുരുക്കന്മാരുടെ കൂടെ ശ്രീനാരായണ ഗുരുവിന്റെ ചരിതവും ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ യഥാർത്ഥമായ സ്വരൂപത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ മഹാഗുരുക്കന്മാരുടെ ജീവിതത്തിന്റെ അധ്യാത്മഭാവം ശ്രീനാരായണ ഗുരുവും സ്വജീവിതത്തിൽ ചാലിച്ചെടുത്തത് കൊണ്ടാണ് ആ മഹാഗുരുവിന് ഇത്രയേറെ പരിവർത്തനങ്ങൾ, പരിണാമങ്ങൾ, അധ്യാത്മ വിപ്ലവം സൃഷ്ടിക്കാൻ സാധിച്ചത് എന്നുകൂടി നാം ഇവിടെ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠിച്ചത് പരിവരുത്തിയ ഒരു കല്ലാണ്. ശിവലിംഗം ദ്വിതീയം ശില്പിനാകൃതം. ഈ ശിലാഖണ്ഡം ശിവനായി മാറട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് പ്രതിഷ്ഠ നടത്തിയെങ്കിൽ പിന്നീട് കേരളക്കരയിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഗുരു സ്ഥാപിച്ചു.
ശിവനെയും സുബ്രഹ്മണ്യനെയും ഗണപതിയെയും ദേവിയെയും മറ്റു മൂർത്തികളെയൊക്കെ പ്രതിഷ്ഠിച്ചിട്ട് ചാത്തൻ, ചാമുണ്ടി, യക്ഷി, വേയ, മുള്ള, മാടൻ, മാർത്ത, കണ്ടാകർണൻ ഇവയെല്ലാം എടുത്ത് മാറ്റിക്കളഞ്ഞു. കള്ള്, ചാരായം, മുട്ട, മത്സ്യം, മാംസം ഇതൊക്കെ നിവേദിക്കുന്നതെല്ലാം ദൂരീകരിച്ചു. ഈശ്വര പ്രീതിക്ക് വേണ്ടിയുള്ള എല്ലാ ഹിംസകളെയും ഗുരുദേവൻ നിഷേധിച്ചു, നിരോധിച്ചു. സാത്വികമായ പൂജയും ആരാധനയും അനുഷ്ഠാനവുമായി സാത്വികമായ മന്ത്രങ്ങൾ ഓതിക്കൊടുത്ത് ശിവഗിരിയിലെത്തിയപ്പോൾ വിദ്യാദേവതയായ ശാരദയെ പ്രതിഷ്ഠിച്ചു. സാത്വികതയുടെ ഏറ്റവും സുസൂക്ഷ്മമായ ഭാവമാണ് ശാരദയുടേത്. സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശാരദ മഠമാണ്. മഠം എന്ന് പറഞ്ഞ ഗുരുവും ശിഷ്യന്മാരും ഒന്നു ചേർന്ന് കഴിയുന്ന സ്ഥലം. ശാരദയെ ഗുരുസ്വരൂപിണിയായി കണ്ടിട്ട് അവിടെ ഭജിക്കുന്ന ഭക്തന്മാർ ശിഷ്യന്മാരാണ്. അവിടുന്ന് അറിവാണ് നേടേണ്ടത് വിദ്യാദേവതയായ ശാരദയിൽ നിന്ന്. അവിടെ നിന്നും ഗുരുദേവൻ കേരളക്കരയിൽ പിന്നെയും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് 1920 മെയ് മാസം 15-ാം തീയതിയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ അവിടുന്ന് തൃക്കൈ വിളയാടി ഈ ദീപപ്രതിഷ്ഠ നിർവഹിക്കുന്നത്. ഈ പ്രതിഷ്ഠയുടെ സുസൂക്ഷ്മമായ തലം എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. പല ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട്, സ്വാമി ആദ്യകാലത്തൊക്കെ ക്ഷേത്രങ്ങളൊക്കെ സ്ഥാപിച്ചു, ജീവിതത്തിന്റെ സായാഹ്ന വേള എത്തിയപ്പോൾ ഇനി വിഗ്രഹങ്ങളൊന്നും വേണ്ട, സ്വാമി വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് എതിരായിരുന്നു, ഇനി ക്ഷേത്രങ്ങളൊന്നും വേണ്ട, പള്ളിക്കൂടങ്ങൾ മതി എന്നൊക്കെയാണ് സ്വാമി ഉപദേശിച്ചിട്ടുള്ളത് എന്നൊക്കെ ധാരാളം ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ ഈ ദീപപ്രതിഷ്ഠയുമാണ് അടുത്തൊരു പള്ളിക്കൂടവും. അതുകൊണ്ട് സ്വാമി വിഗ്രഹം വേണ്ട, ഇനി ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളൊന്നും ആവശ്യമില്ല, പള്ളിക്കൂടങ്ങൾ മതി എന്നുള്ള സന്ദേശം നൽകിയ ആളാണ് എന്ന് വ്യാപകമായി ചിന്തിക്കുകയും പറയുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ പാടില്ല. പ്രിയ സഹോദരങ്ങളെ, ഗുരുദേവന്റെ ക്ഷേത്ര സങ്കല്പത്തെ കുറിച്ച് വളരെ സുവ്യക്തമായ അറിവ് നമുക്കുണ്ടായിരിക്കണം. ഗുരുദേവൻ അരുവിപ്പുറത്ത് ക്ഷേത്ര വിഗ്രഹ പ്രതിഷ്ഠ നടത്തി മുന്നോട്ട് വന്നിട്ട് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഗുരുദേവൻ ഒരു വിഗ്രഹം, ഒരു രൂപം, ഒരു ദേവൻ, ഒരു മൂർത്തി എന്നതിനെ മാറ്റി വെച്ചിട്ട് ഗുരു ഇവിടെ ചെയ്തത് ദൈവത്തിൻ്റെ സ്വരൂപ ലക്ഷണത്തിൻ്റെ പ്രതിഷ്ഠയാണ് നിർവഹിച്ചത്. ദൈവത്തിന് രണ്ട് രീതിയിലുള്ള നിർവചനമുണ്ട്. സ്വരൂപ ലക്ഷണമെന്നും തടസ്ഥ ലക്ഷണമെന്നും അതിന് പറയും. സ്വരൂപ ലക്ഷണം എന്ന് പറഞ്ഞാൽ സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ, സച്ചിദാനന്ദം ബ്രഹ്മ. നീ സത്യം, ജ്ഞാനം, ആനന്ദം. ദൈവദശക പ്രാർത്ഥനയിൽ അവിടെ പറയുന്നത് ദൈവത്തിന്റെ സ്വരൂപ ലക്ഷണം. ആ ദൈവം സത്യമാണ്, ജ്ഞാനമാണ്, ആനന്ദം. ആ ദൈവം ജ്യോതിസ്വരൂപം. ഗുരുദേവൻ വേദാന്ത സൂത്രം എന്നൊരു കൃതി എഴുതി. ബാദരായണ ഋഷി 555 സൂത്രങ്ങൾ എഴുതിക്കൊണ്ട് ബ്രഹ്മസൂത്രം എഴുതിയെങ്കിൽ അതിന്റെ സാരസംഗ്രഹഭൂതമായി 34 സൂത്രങ്ങളിൽ വേദാന്ത സൂത്രം എഴുതിയിട്ട് ദൈവത്തിന്റെ നിർവചനം അതിനോടുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഗുരു അരുളി ചെയ്തു, തജ്ജ്യോതിഹി തേനേദം പ്രജ്വലിതം. ആ ദൈവം ജ്യോതിസ്വരൂപമാണ്. അതുകൊണ്ട് ഈ ലോകമെല്ലാം പ്രകാശിക്കും. ആ ദൈവം ജ്യോതിസ്വരൂപമാണ്. ആ ജ്യോതിയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിന് ആ പദത്തിന്റെ താല്പര്യം സംസ്കൃതത്തിൽ ദിവ എന്ന ധാതു,
അതിന് പ്രകാശം എന്നാണ് അർത്ഥം. ദൈവം എന്ന് പറഞ്ഞാൽ പ്രകാശ സ്വരൂപൻ, ഗുരു എന്ന് പറഞ്ഞാലും വാക്കിന്റെ അർത്ഥം പ്രകാശ സ്വരൂപൻ എന്നാണ്. അതുകൊണ്ടാണ് ദൈവമേവ ഗുരു സാക്ഷാൽ ഗുരുവേവ ദൈവസ്വയം ഉഭയോരന്തരം കിഞ്ചിത് ന ദുഷ്ടവ്യം മോക്ഷുഭിഹി. ദൈവം തന്നെ ഗുരു, ഗുരു തന്നെ ദൈവം. ഗുരുവിനും ദൈവത്തിനും തമ്മിൽ അല്പം പോലും വ്യത്യാസമില്ല. ദൈവം രൂപം ഇല്ലാത്തതാണ്, ഗുരുവിന് രൂപമുണ്ട്. അത് രണ്ടും ആ ഒരു വ്യത്യാസമല്ലാതെ ഗുരുവിനും ദൈവത്തിനും തമ്മിൽ വ്യത്യാസമില്ല. അതുകൊണ്ടാണ് ഗുരുമൂർത്തികളായിരിക്കുന്ന ശ്രീബുദ്ധനും യേശു ക്രിസ്തുവും ശ്രീനാരായണ ഗുരുവുമൊക്കെ ദൈവത്തിൻ്റെ പ്രതീകങ്ങളായി ആരാധിക്കപ്പെടുന്നത്. ഗുരുദേവൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ആദ്യത്തെ പ്രതിമ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ 1927 പ്രതിഷ്ഠാപിതമായി. ഇപ്പോൾ അതിൻ്റെ ശതാബ്ദി ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ പ്രതിഷ്ഠ വിഗ്രഹാരാധനയുടെ നിഷേധമല്ല, വിഗ്രഹാരാധനയുടെ സുസൂക്ഷ്മമായ തലമാണ്. ദൈവം ജ്യോതിസ്വരൂപമാണ്. ആ ജ്യോതിസ്വരൂപമായ ദൈവത്തെ ഒരു 3 കവലയുള്ള നിലവിളക്കിൽ 7 തിരുവീതമിട്ട് കത്തിച്ചിട്ട് ഗുരുദേവൻ വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഈ നാട്ടുകാർ അത്ര അനുഗ്രഹീതരാണ്, ഈ ജനസമൂഹം എത്ര അനുഗ്രഹീതരാണ്. ആ ഭഗവാൻ ശ്രീനാരായണ ഗുരു കേരളത്തിൽ വ്യാപകമായി, തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി എത്രയേറെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു. ഗുരുവും ഗുരുവിന്റെ ശിഷ്യന്മാരും ചേർന്ന് 100-ലധികം ക്ഷേത്രങ്ങളാണ് അക്കാലത്ത് സ്ഥാപിച്ചത്. അതിൽ ഒറ്റ ജ്യോതിയേ ഉള്ളൂ, ജ്യോതി പ്രതിഷ്ഠ. അത് ഈ കാലമുക്കിലാണ്. അതുകൊണ്ട് നിങ്ങളെ ഗുരുദേവൻ അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ മഹാഗുരുവിന്റെ അനുഗ്രഹത്തിന്റെ സവിശേഷത വേണ്ടമെന്നും അറിയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ആത്മപരിശോധനയോടുകൂടി വിചിന്തനം ചെയ്യണം. എന്നീ അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വാസ്തവത്തിൽ ഈ ക്ഷേത്രത്തിൽ എത്രയോ 100 കണക്കിന് ആളുകൾ വന്ന് ദർശനം ചെയ്ത് പോകേണ്ടതാണ്. പക്ഷെ അതുപോലെ ആളുകൾ ഇവിടെ വന്ന് പോകുന്നില്ല എന്ന് എനിക്കറിയാം. എന്തേ അതിന് കാരണം? അതിനാവശ്യമായ പ്രചരണ പരിപാടികൾ വേണ്ടവണ്ണം നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയിട്ടുണ്ട്. പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്, സെക്രട്ടറി റിപ്പോർട്ടൊക്കെ വായിച്ചിട്ട് അവിടെയുണ്ട്, മറ്റ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ എല്ലാവരുടെയും ശ്രദ്ധയിൽ പറയുന്നു, ക്ഷേത്രത്തിന്റെ ഭക്തജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നവരിൽ ഏറിയ പോകും. എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ ക്ഷേത്രത്തിന്റെ മഹിമാവ് ഈ കാലമൊക്കെ കാഞ്ഞാണി, തൃശ്ശൂർ പ്രദേശമൊക്കെ വിട്ട് കേരളക്കരയിലെങ്കിലും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടണം. അതിനാവശ്യമായ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കണം. ഇവിടെ തീർത്ഥാടകരായി ഭക്തജനങ്ങൾ ധാരാളമായി വന്നു പോകണം. ഞാൻ എൻ്റെ പ്രഭാഷണങ്ങളൊക്കെ കേരളക്കരയിൽ നിർവഹിക്കുമ്പോൾ ക്ഷേത്ര സങ്കല്പത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവിടെയൊക്കെ പറയാറുണ്ട്, കാലമുക്കിൽ വന്ന് ദീപപ്രതിഷ്ഠ കണ്ട് തൊഴുത് നമസ്കരിച്ചു പോകണമെങ്കിലേ നിങ്ങളുടെ ക്ഷേത്രദർശനം പൂർണ്ണമാവുകയുള്ളൂ എന്ന് ഞാൻ ഓരോ സ്ഥലത്ത് പറയാറുണ്ട്. പല ആളുകൾ ഇവിടെ വന്ന് വാഹനങ്ങളിലൊക്കെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം തിരിച്ചു ചെന്നതിന് ശേഷം ഫോണിൽ വിളിച്ചു പറയാറുണ്ട്, സ്വാമി അവിടെ പോയി ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി, ഭാഗ്യമായി എന്നൊക്കെ പറയാറുണ്ട്. പ്രസിദ്ധമായ ശിവഗിരി തീർത്ഥാടനമുണ്ടല്ലോ, ആ ശിവഗിരി തീർത്ഥാടന വേളയിൽ 100 കണക്കിന് വാഹനങ്ങളിലാണ് ഭക്തജനങ്ങൾ ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഇനി ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വന്നു ചേരുന്നത് ശിവഗിരിയിലാണ്. ഡിസംബർ മാസം 15 മുതൽ ജനുവരി 5 വരെ നടക്കുന്ന തീർത്ഥാടനം
10 ദിവസം വ്രതമെടുത്ത് മഞ്ഞവസ്ത്രവും ധരിച്ച് ശിവഗിരിയിൽ എത്തിച്ചേരണം. അറിവിന്റെ തീർത്ഥാടനം ഗുരുദേവൻ പ്രഖ്യാപിച്ചു. അതിലേക്ക് ഈ കഴിഞ്ഞ വർഷം ഒരു 10-50 ലക്ഷം ആളുകൾ ശിവഗിരിയിൽ വന്ന് ദർശനം നടത്തിപ്പോയി. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് എത്ര ആളുകൾ തീർത്ഥാടകരായി ശിവഗിരിയിലെത്തി എന്ന് ചിന്തിക്കണം. ഞങ്ങൾ നടന്നു വരുമ്പോൾ സ്വീകരിച്ചുകൊണ്ട് പോരുമ്പോൾ എൻ്റെ ചെവിയിൽ പറഞ്ഞു, സ്വാമി, ഞങ്ങള് വരും വർഷങ്ങളിൽ ഒരു കാര്യം കൂടി നടത്തുവാൻ ആഗ്രഹിക്കുന്നു. ഗുരുദേവൻ ഇവിടെ ജ്യോതിയാണല്ലോ പ്രതിഷ്ഠിച്ചത്. ഇവിടെ നിന്ന് ഞങ്ങളൊരു ജ്യോതിയുമായി വർഷം തോറും ശിവഗിരിയിലേക്ക് തീർത്ഥാടന പദയാത്ര നടത്താൻ തീരുമാനിക്കുന്നു, ആലോചിക്കുന്നു. കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. നമുക്കൊന്നും ഇത് സന്തോഷം തോന്നിയില്ലല്ലോ. എല്ലാവരും കേട്ട് മരവിച്ച് മനസ്സോട് പോലെ ഇരിക്കുക. നിങ്ങൾക്ക് പാവങ്ങളായോ സാധുക്കളായോ? ഇതൊക്കെ കേൾക്കുമ്പോഴെങ്കിലും ആവേശം ഉണ്ടാവില്ലേ? എന്ത് പറ്റി നിങ്ങൾക്കൊക്കെ? ഞാൻ പറയട്ടെ, രാജ്യത്തെ ഓർത്തും മതത്തെ ഓർത്തും പിന്നെ പൂജ്യരാൻ നിങ്ങളെ തന്നെ ഓർത്തും കാലം വൈകിപ്പോയി. കുമാരനാശാൻ എഴുതി വെച്ചിട്ടുണ്ട്, കാലം വൈകിപ്പോയി. നമ്മൾ പുതിയ ആചാര പദ്ധതികളായി മുന്നോട്ട് പോകേണ്ട കാലം അതിക്രമിച്ചു പോയി. നിങ്ങൾക്കറിയാമോ, ചേർത്തലയിൽ ഗുരുദേവൻ കണ്ണാടിയിൽ ഓം ശാന്തി എന്ന് എഴുതി പ്രതിഷ്ഠിച്ചു. അവിടെ നിന്നുമാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഉയർത്തുന്ന കൊടിക്കയർ കൊണ്ടുവരുന്നത്. ചേർത്തലയിലെ കാവങ്കോട് ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കയർ കൊണ്ടുവന്നാലേ ശിവഗിരി തീർത്ഥാടനത്തിന് ധർമ്മപതാക ഉയർത്താൻ സാധിക്കും. അവിടെ ഉയർത്തുന്ന ധർമ്മ പതാക ശിവഗിരി തീർത്ഥാടനത്തിന് ഗുരുദേവന് അനുമതി നൽകിയ കോട്ടയം നാഗമ്പടം ക്ഷേത്രാങ്കണത്തിൽ നിന്ന് കൊണ്ടുവരുന്ന പതാകയാണ് ശിവഗിരി തീർത്ഥാടനത്തിന് ഉയർത്തുന്ന പതാക. വേദിയിൽ ഗുരുദേവന്റെ പ്രതിമ വെച്ചുകൊണ്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ആ പ്രതിമ ശിവഗിരിയിൽ എത്തിക്കുന്നത് തീർത്ഥാടനത്തിന് ആരംഭം കുറിച്ച ഇലവൻതിട്ടയിൽ സരസ്വതി മൂലൂർ പണിക്കരുടെ വീട്ടിൽ നിന്നും 5 ആളുകൾ തീർത്ഥാടകരായി ശിവഗിരിയിലേക്ക് 95 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു വന്നതിനെ സ്മരിച്ചാണ് ഇന്നും തീർത്ഥാടനം നടത്തുന്നത്. അപ്പോൾ മൂലൂരിൻ്റെ ആ ഭവനത്തിൽ നിന്നും എല്ലാ വർഷവും ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹം ശിവഗിരിയിൽ എഴുന്നള്ളിച്ച് കൊണ്ടുവരും. ആ വിഗ്രഹം വേദിയിൽ വെച്ചിട്ട് അതിനു മുമ്പിൽ ദീപം തെളിയിച്ചാണ് സമ്മേളന പരിപാടികൾ ആരംഭിക്കുക. അതിനുള്ള ദീപം കൊണ്ടുവരുന്നത് മലമാളിൽ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രമുണ്ട്, ജഗന്നാഥ ക്ഷേത്രമുണ്ട്, സുന്ദരേശ്വര ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്നുമാണ് അവിടെയുള്ള ദീപം തെളിയിച്ച് ശിവഗിരിയിൽ കൊണ്ടുവന്ന ദീപം ശിവഗിരിയിൽ നിലവിളക്കിൽ കൊളുത്തിക്കൊണ്ടാണ്, പ്രതിമയുടെ മുമ്പിൽ കൊളുത്തിക്കൊണ്ടാണ് സമ്മേളനം ആരംഭിക്കുന്നത്. പതാക ഉയർത്തുന്നത് അങ്ങനെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്, ഈ ദീപപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിന് ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം 4 പേര് അറിയുന്ന രൂപത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും സംഘടിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കണം. വർഷം തോറും ഇവിടെ നിന്നും ഒരു പദയാത്ര 100 കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ശിവഗിരിയിലേക്ക് പ്രയാണം ചെയ്യണം. അതിൽ സമാവഹിക്കേണ്ടത് എന്താണ്, അതിനെക്കുറിച്ച് നമുക്ക് ആലോചന നടത്താം. വർഷം തോറും അങ്ങനെ നടത്തുമ്പോൾ വ്യാപകമായ പ്രചാരം നമുക്ക് കിട്ടും. അത് മാത്രമല്ല, മലബാർ പ്രദേശങ്ങളിൽ നിന്ന് 100 കണക്കിന്
ബസ്സുകൾ ശിവഗിരിയിൽ വരുന്നുണ്ട്. ഈ കാലമുഖ ക്ഷേത്രത്തെ ഒരു ഇടത്താവളമാക്കി മാറ്റാൻ സാധിക്കും. ശിവഗിരി തീർത്ഥാടകരുടെ ഒരു ഇടത്താവളമായി ഇത് മാറണം. ആ രൂപത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. മാത്രമല്ല, ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു ദീപപ്രതിഷ്ഠയേ ഉള്ളൂ. അതാണ് ഗുരുദേവൻ ഇവിടെ നിർവഹിച്ചത്. മറ്റൊരു സ്ഥലത്തും ഈ ദീപപ്രതിഷ്ഠയില്ല. ഇതിന്റെ പ്രാധാന്യം ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇനി ഈ ദീപപ്രതിഷ്ഠയുടെ ആന്തരികമായ അർത്ഥം ഞാൻ പറഞ്ഞു വെച്ചു. തജ്ജ്യോതിഹി തേനേകം പ്രജ്വലിതം. ആ ദൈവം ജ്യോതി സ്വരൂപമാണ്. അതുകൊണ്ട് ലോകം പ്രകാശിക്കുന്നു. ആ ജ്യോതിയാണ് ഗുരു ഇവിടെ പ്രതിഷ്ഠിച്ചത്. അതിന്റെ ദാർശനികമായ വശം ഗുരുദേവൻ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അരണ്യകടഞ്ഞെഴുമഗ്നി പോലെ ആരായിവരിരുന്നതിരറ്റഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുമായി നിന്ന് എരിയും ഇതിന് ഇരയായിടുന്നു സർവം. നമ്മുടെ ക്ഷേത്രത്തിന്റെ പേരാണ് എന്താണ്? ചിദംബര ക്ഷേത്രം. ഈ ആത്മോപദേശ ശതകത്തിലെ ഈ കൃതിയിലെ ഈ പദ്യത്തിൽ പരമചിദംബര ഭാനുമായി നിന്നെരിയും ചിത്താകുന്ന അമ്പലത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ജ്ഞാനദീപം അതെങ്ങനെ ഉളവാകുന്നു? അരണി കടഞ്ഞെഴും അഗ്നി പോലെ. പൂർവ അരണിയും ഉത്തരാരണിയുമുണ്ട്. രണ്ടരണികൾ ഇങ്ങനെ ഉരസി അതിൽ നിന്നും തീ ഉത്പാദിപ്പിക്കും. അതിൽ നിന്നുമാണ് യാഗാദി കർമ്മങ്ങൾ നടത്തുന്നത്. എങ്ങനെയാണോ രണ്ടരണികൾ കടഞ്ഞ് അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്, അതുപോലെ മനന പ്രക്രിയയിലൂടെ ജ്വലിപ്പിക്കുന്ന അധ്യാത്മദീപം അതെല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും സംസാരത്തെയും അകറ്റുന്നതാണ്. പരമചിദംബര ഭാനുമായി നിന്ന് എരിയുന്നതാണ്. പരമമായ ചിത്തായി ജ്ഞാനമായി പ്രകാശിക്കുന്ന മഹാചൈതന്യമാണ് അതിനിരയായിടുന്ന സർവം. ഈ ചൈതന്യമായി, ഈ ചിദംബര ചൈതന്യമായി നിൽക്കുന്ന ആ മഹാചൈതന്യത്തിന് ഇരയായിടുന്നു സർവവും എന്ന് ഗുരു ആത്മോപദേശ ശതകത്തിൽ ഇതിന്റെ ദാർശനിക വശവും ഗുരുദേവൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇവിടെ എഴുതി വെക്കാം. ആളുകളത് മനസ്സിലാക്കാം. ഇവിടെ എന്ത് സങ്കല്പമാണ്, ഇവിടുത്തെ ഗുരുദേവന്റെ ഈശ്വരീയ സങ്കല്പം എന്താണെന്ന് താത്വികമായി മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് നിങ്ങൾ ശിവഗിരിയിൽ വരിക, നമുക്ക് ആഴത്തിൽ നിന്ന് ചിന്തിക്കാം. ഏത് രൂപത്തിൽ വേണം എന്നതിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളെല്ലാം ശിവഗിരി മഠത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ക്ഷേത്രം ഗുരുദേവ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ എണ്ണപ്പെട്ട ഒരു മഹാക്ഷേത്രമായി വളർന്ന് വികാസം പ്രാപിക്കുവാൻ ഭഗവാൻ ശ്രീനാരായണ പരമഹംസദേവൻ ഒന്നുകൂടി മനസ്സിലാക്കണം. ഒരു ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ 3 രീതിയിലുള്ള പ്രധാനപ്പെട്ട പ്രതിഷ്ഠകളുണ്ട്. ആ 3 രീതിയിലുള്ള പ്രതിഷ്ഠകളിൽ ഒന്ന് ആർഷപ്രതിഷ്ഠ, രണ്ടാമത്തേത് സ്വയംഭൂവാണ്, മൂന്നാമത്തേത് താന്ത്രിക കർമ്മങ്ങളോടുകൂടി നടത്തുന്ന പ്രതിഷ്ഠകളാണ്. സാധാരണ കേരളക്കരയിലെ ക്ഷേത്രങ്ങളിലുള്ള മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും ശബരിമലയിലും ഗുരുവായൂരിലും ചോറ്റാനിക്കരയിലും ഏറ്റുമാനൂരിലും വടക്കനാഥനിലും എന്ന് വേണ്ട മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലുമുള്ള പ്രതിഷ്ഠ എന്ന് പറയുന്നത് വൈദിക താന്ത്രിക വിധി പ്രകാരം ഒരു വൈദിക ശ്രേഷ്ഠൻ ആത്മചൈതന്യത്തെ അവിടെ സന്നിവേശിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രതിഷ്ഠയാണ്. താന്ത്രികമായ കർമാനുഷ്ഠാനത്തിലൂടെ പരമമായ ചൈതന്യത്തെ അവിടെ ആവാഹിച്ച് വിഗ്രഹത്തിൽ ലയിപ്പിച്ച് ദേവതാ സാന്നിധ്യത്തെ അവിടെ സൃഷ്ടിക്കുകയാണ് താന്ത്രികമായ വൈദിക കർമ്മങ്ങളിൽ ഒരു പ്രതിഷ്ഠാവിധി. അതാണ്
രണ്ടാമത്തെ പ്രതിഷ്ഠാവിധി എന്ന് പറയുന്നത് സ്വയംഭൂ വിഗ്രഹങ്ങളുണ്ട്. അത് ആരും സൃഷ്ടിച്ചതല്ല, ഈ പ്രപഞ്ച പ്രകൃതിയിൽ തന്നെ സംഭവിച്ചു പോയിട്ടുള്ളതാണ്. ആ സ്വയംഭൂ വിഗ്രഹത്തിൽ താന്ത്രികമായ വൈദിക കർമ്മങ്ങളൊക്കെ നടത്തി സങ്കല്പം ചെയ്ത് പ്രതിഷ്ഠിക്കുന്നതാണ് സ്വയംഭൂ വിഗ്രഹ പ്രതിഷ്ഠ. പിന്നെ ഒന്ന് ആർഷപ്രതിഷ്ഠയാണ്. ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഈശ്വര സ്വരൂപന്മാർ ചെയ്യുന്ന പ്രതിഷ്ഠയാണ് ആർഷപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വര സ്വരൂപനാണോ എന്നൊക്കെ പലർക്കും ഇപ്പോഴും സംശയം. അത് നല്ലവണ്ണം പഠിക്കണമെങ്കിൽ ഗുരുദേവന്റെ കൃതികൾ വായിച്ചു പഠിക്കണം. നിങ്ങൾ ഇന്ന് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ശിവൻ, സുബ്രഹ്മണ്യൻ, ഗണപതി, ഗുരുവായൂരപ്പൻ തുടങ്ങി എല്ലാ ദേവീദേവ സങ്കല്പങ്ങൾക്കും അതീതമായി നിൽക്കുന്നതാണ് ഒരു ഗുരുവിന്റെ സ്ഥാനം. ദേവീദേവന്മാർ ഉപരിയാണ് ഒരു ഗുരുവിന്റെ സ്ഥാനം. ആ ഗുരുവിനെ ദേവീദേവന്മാർ പാദം തൊട്ട് നമസ്കരിക്കുമെന്ന് ശങ്കരാചാര്യർ മനീഷ പഞ്ചകത്തിൽ എഴുതിയിട്ടുണ്ട്. സുരേന്ദ്രവന്ദിത പദോ, സുരേന്ദ്രന്മാർ ദേവീദേവന്മാർ ആ ഗുരുവിന്റെ പാദം തൊട്ട് നമസ്കരിക്കും. ഒരു ഗുരു ദേവീദേവ തലങ്ങൾക്കെല്ലാം ഉപരിയായി നിൽക്കുന്ന പരമതത്വമാണ്. നിങ്ങൾ ഗുരു എന്ന് പറയുമ്പോൾ പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെന്നോ എഴുത്തിനിരിക്കുന്ന ആശാനെന്നോ അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിച്ച് എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ച ഒരു ആചാരം എന്നുള്ള അർത്ഥമല്ല. ഗുരു എന്ന് പറഞ്ഞാൽ രൂഢിയായ അർത്ഥം അതിനുണ്ട്. ആ രൂഢിയായ അർത്ഥം എന്താണ്? ഗുരുവും ദൈവവും ഒന്നു തന്നെയാണ്. രണ്ടും പ്രകാശ സ്വരൂപന്മാരാണ്. ദൈവത്തിന് രൂപമില്ല, ഗുരുവിന് രൂപമുണ്ട്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് ശിവലിംഗസ്വാമി ആദ്യ ശിഷ്യൻ നായർ സമുദായത്തിൽ ലഭിച്ച ശിവലിംഗസ്വാമി ഓം ബ്രഹ്മണെ മൂർത്തിമുതൽ ബ്രഹ്മം ദൈവം രൂപമായതാണ് ഗുരുദേവൻ എഴുതിയത്. കുമാരനാശാൻ നാരായണമൂർത്തി നാരത്തിന് അയനമായവൻ പരമാത്മാവ് ദൈവം രൂപമെടുത്തു ശ്രീനാരായണ ഗുരുവിന്റെ രൂപം. ആ ദൈവം രൂപമായതാണ് ശ്രീനാരായണ ഗുരുവെന്ന് ശിവലിംഗസ്വാമിയും കുമാരനാശാനും ഒക്കെ എഴുതിയതിൻ്റെയൊക്കെ അർത്ഥതലങ്ങളെ കുറിച്ച് നിങ്ങൾ വേണ്ടവണ്ണം പരിചിന്തനം ചെയ്ത് പഠിക്കണം. ഒന്നാമതായിട്ട് തീരുമാനമെടുക്കേണ്ടത് ഞാൻ ഗുരുവിനെ കുറിച്ച് ശരിയായി വായിച്ചു പഠിക്കണം. ഗുരുവിനെ കുറിച്ച് വായിച്ചു പഠിക്കണം. കൃഷ്ണനെ കുറിച്ച് ഭാഗവതമോ ഭഗവത്ഗീതയോ വായിച്ചാൽ കിട്ടും. ക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ എടുത്താൽ കിട്ടും. നബിയെ കുറിച്ച് ഖുർആൻ എടുത്താൽ പഠിക്കാം. ശ്രീനാരായണ ഗുരു സംസ്കൃതം, മലയാളം, തമിഴ് എന്നീ ഭാഷകളിൽ എഴുതിയ 75ഓളം കൃതികളുണ്ട്. ആ കൃതികളെ ഗുരുവിന്റെ ജീവിതവുമായി ചേർത്ത് വെച്ച് പഠിച്ചാലേ ഗുരുവിനെ അറിയാൻ പറ്റൂ. ഡോക്ടർ ആയതുകൊണ്ടോ എഞ്ചിനീയർ ആയതുകൊണ്ടോ കോളേജ് അധ്യാപകനായതുകൊണ്ടോ അധ്യാപികയായതുകൊണ്ടോ ഒന്നും ഗുരുവിനെ അറിയാൻ പറ്റില്ല. ഗുരുവിനെ അറിയണമെങ്കിൽ ഗുരുവിന്റെ ജീവിതവും കൃതിയും നല്ലവണ്ണം പഠിക്കണം. ആ ഗുരുവിന്റെ കൃതിയും ജീവിതവും നല്ലവണ്ണം പഠിച്ചറിഞ്ഞ കുമാരനാശാനാണ് ഗുരുവല്ലോ പരദൈവം എന്ന് എഴുതിയത്. പരമമായ ദൈവം ഒരു ക്രിസ്ത്യാനി യേശുക്രിസ്തുവിനെ എങ്ങനെ ദൈവമായി ഭരിക്കുന്നുവോ അതുപോലെയാണ് ശ്രീനാരായണ. അതിനേക്കാളും ഉപരിയാണ് ശ്രീനാരായണീയ ഗുരുവിനെ ദൈവമായി ആരാധിക്കുന്നത്. ക്രിസ്തുവിനെയും ഗുരുവിനെയും ചേർത്ത് വെച്ച് പഠിച്ചാൽ ക്രിസ്തുവിനേക്കാൾ ഒരു കുറവും ശ്രീനാരായണ ഗുരുവിനില്ല. എത്രയോ കാര്യങ്ങളിൽ ഗുരു ഉന്നത ശേഷം തന്നെ. അതൊക്കെ പഠിക്കുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റൂ. ശാസ്ത്രീയമായി പഠിച്ചറിഞ്ഞ് ഗുരുസ്വരൂപത്തെ അറിയുവാനും ഗുരുദേവ പ്രതിഷ്ഠകളുടെ ദാർശനിക വശത്തെ അറിയുവാനും സാധിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തെ ഒരു മഹാക്ഷേത്രമായി വളർത്തിക്കൊണ്ട് വരുവാൻ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, ഭക്തജനങ്ങൾ, ഈ നാട്ടുകാർ, ഈ സമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും അക്കാര്യത്തിൽ ക്ഷേത്രത്തിന്റെ താന്ത്രിക സ്ഥാനം വഹിക്കുന്ന ശിവഗിരി മഠത്തിന്റെ എല്ലാവിധമായ പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകുമെന്ന് മഠത്തിന്റെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമോ